നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് ഷേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളൊരു ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തു, അത് കഴുകി വൃത്തിയാക്കി അത് രണ്ടായിട്ട് കണ്ടിക്കുവാണ്. അതിൻ്റെ ഉള്ളിലത്തെ ആ വൈറ്റ് പോർഷൻ മാത്രം നമുക്ക് മതി. അത് നമ്മൾ തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം, കറുത്ത് എള്ള് പോലെ ഇരിക്കുന്ന കുറച്ച് സാധനം കാണാം. അത് നമ്മുടെ ഇതിൻ്റെ സീഡാണ്. അത് നമുക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് ഫുള്ളായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഫ്ലഷ് ഫുള്ളായിട്ട് എടുക്കാം. അതിനെ ഞാൻ സൈഡിൽ നിന്ന് നന്നായിട്ടൊന്ന് ചീവി എടുക്കുവാണ് അതിനകത്തുനിന്ന്. അപ്പോൾ നന്നായിട്ട് വിട്ടു പോന്നോളും. ഇനി നമ്മൾ ചുമ്മാ ആ സ്കിന്നൊന്ന് ഇങ്ങനെ തെന്നിച്ചെടുത്താൽ മതി, അത് വിട്ടു പോന്നോളും. അപ്പോൾ ഞാൻ കാണിച്ചു തരാവേ. ഇതേപോലെ തെന്നിച്ചെടുത്താൽ മതി, അത് വിട്ടു പോന്നു. അപ്പോൾ എൻ്റെ ഈ ഫ്രൂട്ടിൻ്റെ അടിയിലായിട്ട് അതിൻ്റെ തണ്ട് ചെറുതായിട്ട് കാണാം. അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് ഞാനിത് 4ആയിട്ട് കട്ട് ചെയ്തെടുക്കുവാണേ. അങ്ങനെ എൻ്റെ ബാക്കി ഇരിക്കുന്ന ഒരു പോർഷനും കൂടെ ഞാൻ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ഈ പീസിൽ ചെറുതായിട്ട് സ്കിൻ ഇരിപ്പുണ്ട്, അതൊക്കെ കട്ട് ചെയ്ത് മാറ്റുക. ഇതും നമുക്ക് 4ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഒരു മിക്സീൻ്റെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു ഷേക്കാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ. ഇനി അതിനകത്തേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ഷുഗർ നമുക്ക് ഇട്ട് കൊടുക്കാം. മധുരം എല്ലാവർക്കും ആവശ്യത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇടുക. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മാത്രമേ ഇടുന്നുള്ളൂ. അതിൻ്റെ കൂടെ ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്ക് ഇടുന്നുണ്ട്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇടാം. ഇത് നമുക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടി മാത്രമാണ്. ഹെൽത്തൊക്കെ നോക്കുന്നവരാണെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഇടുന്നുണ്ട്. ഇനി അതിനകത്തേക്ക് ഞാൻ പാല് നമ്മൾ ഫ്രോസണാക്കിയെടുത്ത പാലാണത്. ഞാനിത് തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രോസണാക്കിയെടുത്ത പാലാണ്. അത് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇത്ര ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ബാക്കി നമുക്ക് നോക്കിയിട്ട് ആഡ് ചെയ്യാം. അപ്പം ഞാനതൊന്ന് അടിച്ചിട്ട് വരാം. അങ്ങനെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്. കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളിയാണെന്ന്. നമുക്കിതൊരു ഗ്ലാസ്സിട്ട് മാറ്റാം. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് കൂടെ വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് മാറ്റാം. ഒഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കൺസിസ്റ്റൻസി നമുക്ക് ഷേക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് കുറച്ച് നട്ട്സും കൂടി ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.